പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, നമ്മിലേക്ക് വരുന്ന ദൈവിക പ്രകാശത്തെ തടയുന്ന വലിയൊരു തിന്മയാണ് പരദൂഷണം. പ്രഭാഷകൻ 9:15 തിരുവചനം പറയുന്നു, പരദൂഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവർ, സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന അനേകരെ അവർ നശിപ്പിച്ചിട്ടുണ്ട്. നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ് എന്ന് വിശുദ്ധ യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്. സമാധാനത്തിൽ കഴിയുന്ന അനേകം വ്യക്തികളെയും കുടുംബങ്ങളെയും പരദൂഷണവും ഏഷണിയും മൂലം നശിപ്പിച്ചിട്ടുണ്ട്. ഒരു ചെറിയ തീപ്പൊരി വലിയ വനത്തെ നശിപ്പിച്ചു കളയുന്നത് പോലെ നമ്മുടെ അവയവങ്ങളിൽ ഒന്നായ ചെറിയ അവയവമായ നാവ് കൊണ്ട് പലരെയും നാം കൊല്ലുകയാണ് ചെയ്യുന്നത്. ഓരോ പരദൂഷകനും സാത്താൻ്റെ രാജ്യത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്നവരാണ്. ഫലത്തിൽ നിന്നും വൃക്ഷത്തെ അറിയുന്നത് പോലെ ഓരോരുത്തരുടെയും സംസാരത്തിൽ നിന്നും ആ വ്യക്തി ഏത് തരക്കാരനാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. കാരണം ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അതരം സംസാരിക്കുന്നത്. മറ്റുള്ളവരിലെ നന്മ കണ്ടെത്താൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ അതിൻ്റെ കാരണം അവരിൽ നന്മ ഇല്ലാത്തത് കൊണ്ടല്ല, നമ്മുടെ ഹൃദയത്തിൽ തിന്മ ഉള്ളതുകൊണ്ട് നമുക്ക് ആ മറ്റുള്ളവരുടെ നന്മയെ കാണാൻ നമുക്ക് കഴിയുന്നില്ല എന്നതാണ് സത്യം. നമ്മുടെ അനുദിന ജീവിതത്തെ നാം ദൈവവചനമാകുന്ന കണ്ണാടിയിലൂടെ നോക്കി കുറവുകളെ കണ്ടെത്തി പരിഹരിക്കുകയാണ് നാം ചെയ്യേണ്ടത്. നമ്മുടെ ഹൃദയത്തിൽ അഹങ്കാരവും അസൂയയും വാശിയും വൈരാഗ്യവും വിദ്വേഷവും പ്രതികാര ചിന്തകളും എല്ലാം ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരെ മോശക്കാരാക്കി സമൂഹത്തിൻ്റെ മുൻപിൽ അവതരിപ്പിക്കാൻ നാം തിടുക്കം കാണിക്കും. മറ്റുള്ളവരുടെ ഉയർച്ചയിലും വളർച്ചയിലും സന്തോഷം തോന്നാതെ അവരെ താഴ്ത്തി കാണിക്കുവാനുള്ള താല്പര്യമാണ് നമ്മുടെ പരദൂഷണത്തിൻ്റെ അടിസ്ഥാനം. ഹൃദയവിശുദ്ധി വരുത്താതെ നാവിനെ നിയന്ത്രിക്കാതെ നാം എത്ര പ്രാർത്ഥിച്ചിട്ടും അതിൽ നിന്ന് യാതൊരു ഫലവും നമുക്ക് ലഭിക്കുകയില്ല. ജെറമിയ 15:19 ജെറമിയ പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്, വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെ ആകും. അതിനാൽ നമ്മുടെ നാവിൽ നിന്നും തിന്മയായിട്ടുള്ളതൊന്നും പുറപ്പെടാതിരിക്കുവാനും കേൾവിക്കാർക്ക് നന്മയായിട്ടുള്ളത് സന്ദർഭമനുസരിച്ച് സംസാരിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.